ഓക്കെ ഗേസ്, ഇന്നപ്പോ ആരുടെ വണ്ടി അടിച്ചു മാറ്റണ്ടേന്ന് ആലോചിച്ചിരിക്കായിരുന്നു കേട്ടാ. അപ്പോഴാണ് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയേ. സംഭവം വേറൊന്നല്ല, നമ്മുടെ അയൺമാൻ ഇല്ലേ, അയൺമാൻ ഇപ്പോ നമ്മുടെ സിറ്റിയിലെ താമസിക്കണേ. അയൺമാന്റെ കയ്യിൽ പിന്നെ ഒരു കാറുണ്ട്. അത് ഏതൊരു സൂപ്പർ കാറാ. ആ കാറ് പിന്നെ ഏതാ ബ്രാൻഡ് അതൊന്നും എനിക്കറിയില്ല. ഇത് പിന്നെ അയൺമാന്റെ കാറല്ലേ, അതുകൊണ്ട് ആ കാറ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഞാനിപ്പോ ആലോചിക്കണതേ ആ കാറ് അടിച്ചു മാറ്റിയാലോ എന്ന്. അതൊക്കെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടേ. ഞാനിപ്പോ അങ്ങനെ ചെയ്യാൻ പോണേ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീട് കാണാൻ പറ്റും. അതാണ് അയൺമാന്റെ വീട്. അയൺമാൻ അവിടെ താമസിക്കണേ. എടോ, താനെന്താ അന്ധനാണോ? എവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കണേ? അയ്യോ സോറി ചേട്ടാ, വണ്ടിയിൽ ബ്രേക്ക് കിട്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ അയൺമാന്റെ വീട്ടിൽ വന്നേക്കാ. അയൺമാൻ വീട്ടിലില്ലേ? ഇവിടെ അയൺമാന്റെ കാറൊന്നും കാണാനില്ല ചേട്ടാ. ഇനിയിപ്പോ ബാക്കിലെങ്ങാനും പാർക്ക് ചെയ്തിട്ടുണ്ടാവോ? ഏയ്, ഇവിടെയും കാറൊന്നും കാണാനില്ല. എനിക്ക് തോന്നണതേ അയൺമാൻ കാർ എടുത്ത് പുറത്തേക്ക് പോയിന്നാ. അത് കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരും. അല്ലെങ്കിലും എനിക്ക് ഈ സമയത്ത് കാർ അടിച്ചു മാറ്റാൻ ഒരു ഉദ്ദേശമില്ല. കാരണം പകല് കാർ അടിച്ചു മാറ്റുന്നതേ ഇച്ചിരി റിസ്ക് ആണ്. രാത്രി ആവട്ടെ, രാത്രി ആകുമ്പോൾ നമുക്ക് പോയിട്ട് ആ കാർ അടിച്ചു മാറ്റാം. അതായിരിക്കും നല്ലത്. രാത്രി ആകുമ്പോൾ ആരും എന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലേ. ഇപ്പൊ പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ആ വണ്ടി അടിച്ചു മാറ്റിയെന്ന്. നമുക്കപ്പോ രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യാം. 6 hours later. ഓക്കെ, ഇവിടെ എങ്ങനെ രാത്രിയേക്കാ. ഞാൻ പിന്നെ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്നെ ഒരാളും തിരിച്ചറിയില്ല. അതിപ്പോ ഏതായാലും നല്ല കാര്യ. ഇനിയിപ്പോ നമുക്ക് പോയിട്ടേ ആ കാറങ്ങ് അടിച്ചു മാറ്റാം. നമുക്ക് നേരെ അയൺമാന്റെ വീട്ടിലേക്ക് പോവാം. അയൺമാൻ മിക്കവാറും വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവേ. വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. പിന്നെ ആ കാർ അടിച്ചു മാറ്റിയതിനു ശേഷം ഞാൻ ഈ സിറ്റിയിൽ നിൽക്കില്ല. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിൽ പോവും. അവിടെ പോയിട്ടാവും ഞാൻ ആ കാർ സെയിൽ ചെയ്യുക. അവിടെ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേര് ജാക്ക് എന്നാ. ജാക്ക് ഒരാളെന്നെ സെറ്റാക്കും. അയാളൊന്ന് ഈ കാർ മേടിച്ചോളും. അന്നേരം നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടേ. ഇവിടെ ഇപ്പോൾ നമ്മൾ അയൺമാൻ്റെ വീട്ടിൽ വന്നേക്കാ. ഈ സൈക്കിൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് മതിൽ ചാടി അകത്തേക്ക് കയറാം. അയൺമാനെ ഇവിടെ നിന്നും കാണാനില്ല ഏട്ടാ. ഇനിയിപ്പോൾ അയൺമാൻ വീട്ടിൽ വന്നില്ലേ? അയൺമാൻ വീട്ടിൽ വന്നില്ലെങ്കിൽ പണിപ്പാളും. ഇവിടെ പിന്നെ അയൺമാന്റെ കാറൊന്നും കാണാനില്ലേ. ഇതാണ് ഇവിടുത്തെ കാർ പോർച്ച്. അയൺമാന്റെ കാർ പിന്നെ ഏതാണാവോ? ഒരു എക്സ്പെൻസീവ് കാറാണ്, എനിക്കത് മാത്രമേ അറിയുള്ളൂ. വല്ല ലാംബോർഗിനിയാ, പോർഷെയാ, ഫെരാറിയാ, അങ്ങനത്തെ വല്ല കാറാവും. അതെ, നമുക്ക് ബാക്കിലൊന്ന് പോയി നോക്കി നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഇതുണ്ടില്ലേ, ഇതാണ് അയൺമാന്റെ കാറ്. ഇത് പിന്നെ ഒരു ഫെരാറിയാ. നമുക്കിത് അടിച്ചു മാറ്റാം. അയ്യോ, ഇതെന്തത്? ഈ കാറ് ലോക്കാണല്ലോ. ഷേ, നൈസായിട്ട് പണി പാളിട്ടാ. ആ കാറ് ലോക്കാ. പിന്നെ അതിൻ്റെ താക്കോല് എവിടെയെന്ന് കണ്ടുപിടിക്കണം. താക്കോല് മിക്കവാറും ഈ വീടിൻ്റെ അകത്താവും. അയൺമാനും വീടിൻ്റെ അകത്തുണ്ടാവും. നമുക്കപ്പോൾ നോക്കിയും കണ്ട് ആ താക്കോല് അടിച്ചു മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ പണിപ്പാളെ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, അയൺമാന് ഇഷ്ടം പോലെ പവേഴ്സ് ഉണ്ട്. ബൈ ചാൻസ് അയൺമാൻ നമ്മളെ കണ്ട പിന്നെ അത് നമ്മളെ വെറുതെ വിടില്ല. നമ്മളെ അടിച്ച് പഞ്ഞിക്കിടും. ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂം ഫുള്ള് കാലിയാ. അവിടെ അയൺമാൻ ഇല്ല. ഇത് പിന്നെ ഇവിടുത്തെ ബെഡ്റൂമാ. ഓ ഗൈസ്, ഇതുണ്ടല്ലേ, അയൺമാൻ ദേ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അതവിടെ ഡാൻസ് കളിക്കുക. ചിലപ്പോൾ പുതിയ കാറ് മേടിച്ചതിൻ്റെ സന്തോഷമാവും. ഇതുണ്ടല്ലേ, അയൺമാൻ്റെ പിന്നിൽ കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഡ്രോവേഴ്സിലും ആ താക്കോൽ ഉണ്ടാവാന്ന്. ഇവിടെയും ഡ്രോവേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ അയൺമാൻ നമ്മളെ കാണേ. ഇനിയിപ്പോൾ താക്കോൽ ഇങ്ങനെ അടിച്ചു മാറ്റുക. നമുക്ക് അയൺമാനെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അതെ, എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് അയൺമാനെ ഡിസ്ട്രാക്ട് ചെയ്യാം. ഇത് പിന്നെ ഒരു കാലി റൂമാണ്. നമുക്കിവിടെ ഒരു ബോംബ് വയ്ക്കാം. എന്നിട്ടത് ആക്ടിവേറ്റ് ചെയ്യാം. ആ ബോംബ് പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോൾ അയൺമാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. നമുക്കപ്പോൾ ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്തു. അയൺമാൻ ആ സൗണ്ടും കേട്ട് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ,
അയൺമാൻ ദേ ഇങ്ങോട്ടേക്ക് വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്കേ അധികം സമയമില്ല. നമുക്ക് വേഗം പോയിട്ട് ഈ ഡ്രോവേഴ്സൊക്കെ സെർച്ച് ചെയ്യണം. ഇതിൽ താക്കോലുണ്ടാ? ഏയ്, അതിൽ താക്കോലൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ. നമുക്ക് ഇവിടെ നോക്കി നോക്കാം. ഇതിൽ ചിലപ്പോൾ താക്കോലുണ്ടാവും. ഓക്കെ, ആ ഡ്രോവേഴ്സിൽ താക്കോലുണ്ടായിരുന്നു കേട്ടാ. നമുക്കങ്ങനെ ഫൈനലി താക്കോല് കിട്ടി. ഇനിയിപ്പോൾ നമുക്കേ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. അയ്യോ അമ്മച്ചി, നൈസായിട്ട് തലയിടിച്ച് വീണു. ആ ഭാഗ്യം, ഒന്നും സംഭവിച്ചില്ല. എനിക്ക് പിന്നെ ഒരു താക്കോല് കിട്ടിയിട്ടുണ്ട്. അത് ഈ കാറിന്റെ താക്കോല് തന്നെയല്ലേ, മാറിപ്പോയിട്ടില്ലല്ലോ. ഇല്ലില്ല, അത് ഈ ഫെറാറിയുടെ താക്കോല് തന്നെയാ. ഇനിയിപ്പോൾ നമുക്കേ ഈ കാറെടുത്ത് വേഗം സ്ഥലം വിടാം. ഇവിടെ നിൽക്കണ്ട, നമുക്ക് മതിൽ ചാടി പോവാം. അയ്യോ, വണ്ടിയുടെ ബമ്പർ തട്ടിയല്ലോ. ആ, വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല, സ്ക്രാച്ച് ഒന്നും വന്നില്ല. ഇനിയിപ്പോൾ നമുക്കേ വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടാം. നേരെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിൽ പോവാം. അവിടെ പോയിട്ട് ഈ കാറ് സെയിൽ ചെയ്യാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതുരുക്കി സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിൽ പോവാം. A few moments later. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിൽ വന്നേക്കാ. ഇന്നലെ രാത്രി പിന്നെ ഫുള്ള് ഡ്രൈവിംഗ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ നേരം വെളുത്തു. ഞാൻ പിന്നെ ആലോചിക്കണത്, ഈ കാറല്ലേ, അതൊന്ന് മോഡിഫൈ ചെയ്താലോന്ന്. നമുക്ക് ഈ കാറൊന്ന് മോഡിഫൈ ചെയ്യാം. ജസ്റ്റ് ഈ കാറിൻ്റെ കളറൊന്ന് മാറ്റാം. അതുമാത്രം ഞാൻ ചെയ്യണുള്ളൂ. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ജാക്കിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ കൂട്ടുകാരൻ്റെ പേര് ബെന്നി എന്നാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ആ വർക്ക്ഷോപ്പിൽ പോവാം. എന്നിട്ട് ഈ കാറ് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ആ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്കാദ്യേ ഈ വണ്ടിയുടെ കളറൊന്ന് മാറ്റാം. ഏത് കൊടുക്കുക? നീല വേണ്ട, ബ്ലാക്ക് മതി. ബ്ലാക്ക് കാണാൻ നൈസായിട്ടുണ്ട്. ഞാൻ പിന്നെ അലോയ്സ് ഒന്നും മാറ്റണില്ല. ഞാനിവിടെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തു. സ്മോക്കിൻ്റെ കളറ് നമുക്ക് റെഡ് കൊടുക്കാം. തൽക്കാലം ഇത്ര മാത്രം മതി. ഞാൻ പിന്നെ ടയറിൻ്റെ സൈസൊന്നും കൂട്ടാൻ നിൽക്കണില്ലേ. ടയറിൻ്റെ സൈസ് കൂട്ടിയാലേ ചിലപ്പോൾ വണ്ടി കാണാൻ ഭയങ്കര ബോറാവും. അന്നേരം ഈ വണ്ടി ഒരാളും മേടിക്കില്ല. തൽക്കാലം നമ്മുടെ വണ്ടി കാണാൻ നൈസായിട്ടുണ്ട്, ഇത്രയ്ക്ക് മതി. ഞാൻ പിന്നെ ഈ വണ്ടിയിലെ നൈട്രോയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി നല്ല സ്പീഡിൽ പോവേ. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ജാക്കിൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ജാക്കിൻ്റെ വീട്ടിൽ വന്നേക്കാ. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അല്ല, ജാക്ക് വീട്ടിലില്ലേ? ഇവിടെ പിന്നെ ജാക്കിൻ്റെ പെറ്റൊക്കെ ഉണ്ട്. അവൻ്റെ പേര് റോക്കിന്നാ. ആ, ജാക്ക് മിക്കവാറും വീട്ടിലുണ്ടാവും. എടാ ജാക്കേ, ഞാൻ ദേ വന്നൂടാ. ഇവനിത് എങ്ങോട്ടേക്കാ പോയേ? ജാക്ക് വീട്ടിലില്ലെന്നാ തോന്നണേട്ടാ. ജാക്കിൻ്റെ കൂടെ വേറെ ആരോ താമസിക്കുന്നുണ്ട്. അയാളുടെ പേര് രാജോട്ടെന്നാ. ആ രാജോട്ടാ, അതെ. ജാക്ക് എവിടെയാ? ജാക്ക് ഇവിടെ വീട്ടിലില്ലല്ലോ, അവൻ പുറത്തേക്ക് പോയിക്കാ. ശരി, അവൻ പുറത്തേക്ക് പോയിക്കാണോ? ആ, എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അവനെ കൊണ്ട് ഒരു അത്യാവശ്യമുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.